ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഉസ്താദ് ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഉസ്താദ് പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ തട്ടി മാറ്റാണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കണട്ടോ. ഇങ്ങനത്തെ നറികെട്ട നാറികൾ നമ്മുടെ മുസ്ലിം സമുദായത്ത് ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്ന കേൾക്കുമ്പോൾ ഇല്ലേ ഒരുപാട് സങ്കടം തോന്നിപ്പോയി. ഒരു പൊന്നുമോള് ആ ഉസ്താദിനോട് വിളിച്ചിട്ട് പറയുന്ന അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഉസ്താദിന്റെ വാക്കുകളിലേക്ക് നമുക്ക് കേൾക്കാം. എന്നിട്ട് നിങ്ങൾ തന്നെ ഈ കുട്ടിയോട് ഞാൻ എന്തും മറുപടി പറയണോ നിങ്ങൾ പറഞ്ഞത്? അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇത്രയും മതി ജാതിയുള്ള ആൾക്കാരാണ് ഒരിക്കലും മുസ്ലിംസ് മതം എന്ന് പറയുമ്പോ ഇത്രയും ഭയങ്കരമായിട്ടുള്ളതാണ് വിചാരിച്ച ഇങ്ങനെയുള്ള ആൾക്കാരെ ലോകത്ത് എന്തിനാ കണ്ണന്തായിട്ട് ഇടുന്നതാണ് നല്ലത്. എത്ര കുട്ടികൾ ഇതുപോലെ ഉണ്ടാവും എന്നറിയോ? ഇയാളിൽ തന്നെ കുറെ പിള്ളേരുണ്ടാവും. ഞാനിതിപ്പം ഈ മോൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഞാനിത് കണ്ടന്റ് ആക്കിയിട്ട് പറഞ്ഞേ പറ്റുള്ളൂ. ഇന്നത്തെ എനിക്ക് സ്ഥലം എന്തൊരു ഇഷ്ടമായിരുന്നു. ഭയങ്കര ബഹുമതിയായിരുന്നു. എനിക്കിതൊക്കെ കേട്ടതോ എന്നെ അനുഭവിച്ച് എനിക്ക് ഇയാള് പറയണത് ഞാൻ അവിടുത്തെ വലിയ ആളാ മറ്റേതാ മറിച്ചതാന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇത് എല്ലാവരും അറിയിച്ചു. അയാള് നല്ല അടി അടിച്ചു വിടന്ന് ആൾക്കാര് അടിച്ച് ചോര വരുത്തി. എന്നിട്ട് ഇപ്പൊ ഫുള്ള് ഞാൻ മരിക്കും, ഞാൻ മറ്റേത് ചെയ്യും. കുറച്ച് കാര്യം പറയാനുണ്ടല്ലോ. ഉച്ച കഴിഞ്ഞ് മോള് പറയുന്നത് കേൾക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് ഒരു സമൂഹത്തെ മോൾ എന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ, കാണുന്നില്ലേ? സ്ഥിരമായിട്ട് മോളിന്റെ കാര്യം മനസ്സിലാക്കുക. നമ്മളെല്ലാ സമൂഹത്തിൽപ്പെട്ട ആളുകളുമായിട്ട് നമ്മൾ ബന്ധമുള്ളതാ. നമ്മൾ ആരെയും അങ്ങനെ മിസ്യൂസ് ചെയ്യാറോ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ആരെങ്കിലും വേർതിരിച്ച് കാണാനൊന്നും നമ്മൾ നിൽക്കാറില്ല. എന്തായാലും മോക്ക് സംഭവിച്ച അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽ ഞാൻ എന്റെ വ്യക്തിയുടെ എന്റെ സമുദായത്തെ അതിനുവേണ്ടി ഞാൻ മാപ്പ് വയ്ക്കണം. വേറെ കുഴപ്പമില്ല. ദൈവത്തിനോട് ഇങ്ങനെ ഇത്ര അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരൊക്കെ ഞാൻ മോക്ക് ഉച്ച കഴിഞ്ഞിട്ട് മറുപടി പറഞ്ഞുതരാം. കാരണം എനിക്കിത് കേട്ടിട്ട് എന്റെ കയ്യിൽ അർച്ചനോട് ഇത്ര അടുത്ത് നിൽക്കുന്നവര് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോന്ന് എന്തല്ല ഈ വാക്കുകൾ ഫുള്ള് കേൾക്കും നിങ്ങൾ. ഞാൻ എന്തായാലും ഒരു വിശ്വാസി ആവാൻ പോവാണ്. ഞാൻ ഇതിൽ സംസാരിക്കുന്ന പെൺകുട്ടി എന്നോട് ഇതൊരു കണ്ടന്റായി ഒരു വിഷയമായി സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഈ വോയിസ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. ആത്മീയ ചികിത്സയുടെ മറവിൽ നടക്കുന്ന ശുദ്ധ തെമ്മാടിത്തരമാണ്. ഇത് ഒന്നോ രണ്ടോ കേസല്ല. ഇതിന്റെ ഉൾരഹസ്യങ്ങൾ പൊതുമധ്യത്തിൽ വന്ന് പറയുകയാണെങ്കിൽ വിശുദ്ധമായ ഖുർആൻ വെച്ച് ആത്മീയ ചികിത്സ നടത്തുന്ന നിഷ്കളങ്കരായ ഒട്ടനവധി നല്ല മനുഷ്യർ കൂടി ഇതിനകത്ത് വിട്ടുപോകുമെന്നുള്ളതുകൊണ്ടാണ്. അവര് പോലും സംശയത്തിന്റെ നിഴലിലാകുമെന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ കൂടുതൽ ഇതിനകത്ത് ഇറങ്ങാത്തത്. എന്റെ ഫോണിൽ അങ്ങനത്തെ ഒരു 10-40 ഇത്തരം മെസ്സേജുകൾ പലരും എന്തിനേറെ നിങ്ങളെന്ന് കേൾക്കണം. ഒരു സ്ത്രീയോട് ഒഴിയാൻ പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? വീഡിയോ കോളിലൂടെ വിളിച്ചിട്ട് വിവസ്ത്രയായി നിന്നുകൊണ്ട് നിങ്ങൾ ഈ കോഴിമുട്ട ഒഴിയണമെന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ എത്ര വരെ മദർസയെ പഠിച്ചാൽ ഞാൻ ചോദിക്കുന്നു. എന്ത് കോഴിമുട്ട ഉഴിയാൻ പറഞ്ഞത് എങ്ങനെയെന്നറിയോ? അപ്പൊ എന്തത് പണ്ഡിതനാണോ ഉസ്താദാണോ? ഇവരെല്ലാം ഉണ്ടല്ലോ പാവപ്പെട്ട സ്ത്രീകളെ പറ്റിച്ച് ജീവിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിന്. അപ്പൊ ഒരുപാട് സ്ത്രീകൾ എന്നെ എതിർത്തിന്. കണ്ടില്ലേ? നിങ്ങൾ കേൾക്കണം. സ്ത്രീകൾ പ്രത്യേകിച്ചിട്ട് ഈ വാക്കുകൾ ഉസ്താദിന് കേൾക്കണം. ഇങ്ങനെ എത്ര ആള് ഇങ്ങനെ പോവും. ആരാന്ന് അതിനു വേണ്ടി കടിമുട്ടുന്നവരുണ്ടാവും ഇങ്ങനെയുള്ള ഇടത്ത് പോവാൻ. ഇത് ഈ സംഭവം എന്നോട് പറഞ്ഞത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. നിങ്ങളുടെ ഔറത്ത് നിങ്ങളുടെ ശരീരം അന്യപുരുഷൻ കാണാൻ പാടില്ല എന്ന് പറഞ്ഞെടുത്ത് നിങ്ങളോട് മുട്ട ഒഴിയാൻ പറഞ്ഞ സമയത്ത് തുണിയില്ലാതെ എന്താണ് വീഡിയോ കോൾ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും അത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം. പിന്നെ നിങ്ങൾക്ക് എന്തിനാ മദ്രസ പഠിച്ചത്? നിങ്ങൾ എന്തിനാ ഓതാൻ പോയത്? എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് വിലാപം പറയും എന്നെ അങ്ങനെ ചെയ്ത് അത് ശരിയാണോ? അങ്ങനെയൊക്കെ ചികിത്സയുണ്ടോ? നിങ്ങൾ ഇനിയും പോയി കൊടുക്കണം. നിങ്ങൾ ഇനിയും ചെയ്യണം. ഇവിടെ എത്ര സ്വാത്വികരായ സ്വാലിഹികൾ ഇവിടെ ഉണ്ട്. അവരുടെ മുമ്പിൽ നമ്മൾ ചെന്ന വിശുദ്ധമായ ഖുർആൻ ഉണ്ട്. വിശുദ്ധമായ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഇന്നത് ഒതുക്കോ, ഇന്ന ആയത്ത് ഒതുക്കോ, അല്ലെങ്കിൽ ഇന്ന വിശുദ്ധമായ ഖുർആൻ ഇത് സ്ഥിരം പറഞ്ഞ ഇവിടെ ഒട്ടനവധി സ്വാത്വികരുണ്ട്. ഞാൻ ഏറെ ആവശ്യത്തിൽ ആദരവോട് കാണുന്ന സെയ്ദ് അലി ബാഫയ്ക്ക് തങ്ങളെ. അപ്പൊ ഇത്തരത്തിലുള്ള സ്വാത്വികന്മാർ നമുക്ക് അങ്ങനത്തെ ആളുകളുടെ ദൗർലഭ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ഈ ചതിയിൽപ്പെടും? അപ്പൊ ഈ ഒറ്റ കാര്യങ്ങൾ ആലോചിക്കും. ഇസ്ലാമോഫോബിയ പറയുന്ന ആളുകൾ, ലവ് ജിഹാദ് പറയുന്നവരുടെ മുമ്പിൽ നമ്മൾ പ്രതിരോധം തീർക്കുമ്പോൾ ഇനി അവരോട് എന്താ പറയുക? നമ്മൾ എനിക്കറിയാൻ വയ്യ എന്താ പറയുക. നിഷ്കളങ്കയായ ഒരു കുട്ടിയുടെ വിലാപമാണ് ഈ പറയുന്നത്. അവർക്കുണ്ടായ ഒരു പ്രയാസത്തിന് പരിഹാരം എന്നുള്ള ഒരാളെ വിളിച്ചു നോക്കുമ്പോൾ അവര് ഈ ഒരൊറ്റ മുസ്ലിമായ വ്യക്തിയിലൂടെ അവർ കാണുന്ന ഇസ്ലാമിനെയാണ്. നീ ആ പെൺകുട്ടിയെ കൊണ്ട് പലതരത്തിലുള്ള അഥവാ
ആ പെൺകുട്ടി സ്നേഹിച്ച യുവാവിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി നീ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ, പല തോന്നിയാസം നീ പറഞ്ഞു കൊടുത്തില്ലേ. അതിന്റെ പേരിൽ ആ നിഷ്കളങ്കയായ പെൺകുട്ടി എന്തിനാണ് തെറ്റിദ്ധരിച്ചത്? പരിശുദ്ധമായ ഇസ്ലാമിനാണ് അവർ തെറ്റിദ്ധരിച്ചത്. വൈരാഗ്യം തോന്നി, സംശയം തോന്നി. അവർക്ക് മറ്റാരോടും ഈ സങ്കടം പറയാൻ വയ്യാതെ പേഴ്സൺ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ ഉസ്താദ് ഈ പൊതുമധ്യത്തിൽ ഈ വിഷയം ഒന്ന് പറയണേ, ഞാൻ പെട്ടുപോയ അടി കിട്ടിയാൽ അയാൾക്ക് അടി കിട്ടി അയാളുടെ നമ്പർ ആ പെൺകുട്ടിയുടെ കയ്യിൽ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്കും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്ക് ചെയ്യണം, നമ്മൾ ചെയ്യണം. ഈ ദീനിനോട് ഈ സമുദായത്തോട് കൂറുണ്ടെങ്കിൽ സമൂഹം മധ്യ ഈ ഇസ്ലാമിനെ ഇങ്ങനെ വലിച്ചു കീറി പിച്ചു ചിന്തി ചെയ്യുമ്പോൾ അങ്ങനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാർക്കും എതിരെ പ്രതിരോധം തീർക്കൽ മാത്രമല്ല, സ്വസമുദായത്തിൽ നിന്ന് ഇത്തരം അപഹാസ്യമായ പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ ഒരു സമുദായത്തെയും സമൂഹത്തെയും നിന്ദിക്കാനുള്ള ഹേതുവാകുന്ന പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കണ്ടേ? നമ്മൾ മാത്രം ഇങ്ങനെ നല്ലവരായി നടന്ന് എല്ലാത്തിനും പറ്റിയവരായി ഞാൻ നടന്നാൽ മാത്രം മതിയാ. പ്രതിരോധിക്കേണ്ടതിനെയൊക്കെ പ്രതിരോധിക്കുകയും വേണം. പുറത്തുള്ളതിനെ നന്നാക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് അകത്തുള്ളതിനെ അത് നന്നാക്കണം. ആദ്യം നമ്മുടെ കക്കൂസ് വൃത്തിയാക്കും, എന്നിട്ട് പുറത്തുള്ളവന്റെയൊക്കെ ചൂര് നമുക്ക് വൃത്തിയാക്കാം. ഇതിന്റെ ഒന്നും ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ വരും കാലഘട്ടത്തിൽ എന്റെ നിങ്ങളുടെയൊക്കെ മക്കളായിരിക്കും ഈ ഒരു ഇസ്ലാം ഭയത്തിന്റെ പേരിൽ അനുഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ഇസ്ലാം ഭയം സ്വാഭാവികമായി ഉണ്ടായതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിന് വഴിവെക്കുന്ന തരത്തിലുള്ള പല തോന്നിയാസങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഇവർക്ക് ഈ പറയപ്പെട്ടവർക്കാർക്കും ഇസ്ലാമുമായി ഒരു ബന്ധമില്ല. ഇപ്പൊ ഈ പെൺകുട്ടി മോളെ, എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഒരു യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസി അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. മോളോട് സ്വകാര്യതയിൽ എന്തെങ്കിലുമൊക്കെ അശ്ലീലം പറയുകയോ അയാളെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ഇന്നതിനൊക്കെ ചെയ്തോ അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ നിന്ന് ഉണ്ടായെന്ന് പറഞ്ഞ തെറ്റാണ്, തിന്മയാണ്. ഒരു വ്യക്തിയല്ല മതം. മോൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയല്ല മതം. മതം എന്ന് പറഞ്ഞാൽ ഒരു ആശയമാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ തത്വസംഹിത എന്നുള്ളത് ഖുർആനും പ്രവാചകന്റെ ജീവിതമാണ്. അതെന്ന് കമ്പയർ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഒരിക്കലും മോനെ, ഞാൻ നിന്നോട് ഈ അവസരത്തിൽ പറയാണ്, ഒരു മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ മകനായ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അനുചരന്മാരിൽ ചില ആളുകൾ പ്രാവിനെ ഇങ്ങനെ മരത്തിൽ കെട്ടി തൂക്കിയിട്ട് അമ്പിയാണ്. ഫസ്റ്റിൽ ഈ കാഴ്ച കണ്ട ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞെന്തറിയോ? ഈ പ്രവൃത്തി ചെയ്തവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. അതായത് ഭക്ഷിക്കാൻ വേണ്ടിയല്ലാതെ ഭക്ഷ്യയോഗ്യമായ ഒരു ജീവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് ഒരു കല്ലെടുത്തെറിയാനോ അതിനെ അമ്പെയ്യാനോ ഒന്നും പാടില്ല ഇസ്ലാമിൽ. ഒരു ജീവിയെ പോലും കൊല്ലാൻ പാടില്ല. അത്തരത്തിലുള്ള ഒരു ആശയം പഠിപ്പിക്കുന്ന സമൂഹത്തിന് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. ഏതെങ്കിലും വൃത്തികെട്ടവന്മാരെ നിങ്ങളോട് വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ സദയം നിങ്ങളോട് ഞാൻ മാപ്പി ചോദിക്കുകയാണ്. കേട്ടില്ലേ ഉസ്താദിന്റെ വാക്കുകള്? ഉസ്താദിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഇപ്രാവശ്യത്തെ കേരള ഗവൺമെന്റ് തൂഫാൻ എന്നറിയുന്ന ലഹരിക്കെതിരെ കാറ്റാഞ്ഞു വീശുകയാണ്. അതേപോലെ തന്നെ ആത്മീയ ചികിത്സ എന്ന മറവിൽ, അത് ഹിന്ദുവാട്ടെ മുസ്ലിമാട്ടെ ക്രിസ്ത്യാനികട്ടെ, ഇങ്ങനെയുള്ളവരെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിക്കുമുള്ളവരെല്ലാം വ്യാജ സിദ്ധന്മാരായിട്ടുണ്ടല്ലോ, അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെ ഈ തൂഫാനിൽ കൂടിയിട്ട് അവരെയും അറസ്റ്റ് ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് അനുഭവിച്ച് അങ്ങനെ എത്ര പേര് തുറന്ന് പറയാത്തവരുണ്ടാവും? നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിക്ക്. ഈ പെൺകുട്ടി മാഷാഅല്ലാഹ് ഉസ്താദിനോട് വിളിച്ച് പറഞ്ഞ്, അങ്ങനെ എത്ര പേര് തുറന്ന് പറയാതെ നാണക്കേട് കൊണ്ടിട്ട് പേര് പൊട്ടാവണ്ടെന്ന് പറഞ്ഞിട്ട്, കുടുംബ പേര് ചീത്തയാവണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്ത് പറയാത്തവരുണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയെങ്കിലും നമ്മുടെ സമുദായം നന്നാവണം. ഇങ്ങനെയുള്ളവരുടെ അടുത്ത് പോവാണ്ട്